ഹലോ, അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ ഡേ 9 ആണെന്ന്. ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇന്ന് മുതൽ വർക്കൗട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതെങ്ങനെ ചെയ്യണം, എത്ര റെപ്സ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാവും. അപ്പോൾ വാമിപ്പിച്ച ശേഷം നമ്മൾ വർക്കൗട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വർക്കൗട്ട് വീഡിയോ നമുക്ക് കാണാം. കമോ, ഒരു ഷോൾഡർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അശ്വൻ, ഇതിനെ നമ്മൾ ഷോൾഡർ എക്സസൈസ് നമ്മൾ 5 എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5 എക്സസൈസ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും ഓൾഡ് സ്കൂൾ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പ് ഷോൾഡർ എങ്ങനെ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാനിന്ന് നമ്മൾ 3D ഷേപ്പ് ഷോൾഡർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് വീഡിയോ. അപ്പോൾ നമ്മൾ 3D ഷേപ്പിൽ ഷോൾഡർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള വർക്കൗട്ടാണ്. ഫസ്റ്റ് നമ്മൾ സൂപ്പർ സെറ്റ് ആയിരിക്കും. ഷോൾഡർ പ്രസ്സും ബാർബൽ പ്രസ്സും കൂടെ നമ്മൾ സൂപ്പർ സെറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ 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 ഫസ്റ്റ് ബാർ ആയിരിക്കണം. ഓക്കെ, ഗ്രിപ്പിൻ്റെ അവിടെ. ഓക്കെ, ഫോറം കറക്റ്റ് ചെയ്ത്. ഓക്കെ, ഷോൾഡർ അപ്പാണ് നമ്മൾ 4 സെറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, 12, 10, 8, 8. ഓക്കെ, യെസ്. പുഷ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് കൊടുക്കുക. 3, യെസ്, 4. ഓക്കെ, എല്ലാവരും ഷോൾഡർ പ്രസ് ചെയ്യുന്നതിനകത്ത് ചെറിയൊരു തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പ്രശ്നം ഉണ്ട് ഇങ്ങനെയാണ്, കുറച്ച് പുറകോട്ടാക്കി. അപ്പോൾ നേരെ എന്താണ് ചെയ്യുന്നത്, റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഷോൾഡർ പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും വേണ്ടേ ഇതാണ് കറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇതായിരിക്കും കറക്റ്റ് ആംഗിൾ. ഓക്കെ, ഒന്ന് ചെയ്തേ നോക്കട്ടെ. യെസ്, കുറച്ച് എൽബോ കറക്റ്റ് ചെയ്തേ. യെസ്, യെസ്. ദെൻ സ്ലോലി അപ്പ് ചെയ്തേ. യെസ്, ഡൗൺ ഡൗൺ. യെസ്, 3, ഗുഡ്. 4, യെസ്, 11, 12. ഓക്കെ, 5. നമ്മളിപ്പം ലൈറ്റ് വെയിറ്റാണ് കളിക്കുന്നത്. ലൈറ്റ് വെയിറ്റാണ്. ഈഗോ ലിഫ്റ്റ് നമ്മൾ ചെയ്യുന്നില്ല. ഈഗോ ലിഫ്റ്റ് ചെയ്ത് വെറുതെ ഇഞ്ചുറി ഉണ്ടാക്കണ്ട. നമ്മൾ ലൈറ്റ് വെയിറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ജിമ്മിൽ വൈബായിട്ടുള്ള ചില ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ മെയിനായിട്ടുള്ള ഒരാളുണ്ട്, ഇവിടുത്തെ സീനിയർ കോച്ച് മനു. നമുക്ക് മനുവിനെ ഒന്ന് പരിചയപ്പെടാം. മനു ഒന്നിങ്ങി വന്നേ. വേറെ ഒന്നും കൊണ്ടല്ല അവൻ ഇടയ്ക്കിടയ്ക്ക് ചാടി പോകുന്നത്. പേഴ്സണൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക, PT എടുത്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് അവൻ വന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഇരി വന്നപ്പോഴേ തുടങ്ങി ഇവൻ്റെ വർത്താനം. അപ്പോൾ ഇതാണ് മനു, ഫ്ലോറിഡ ജിമ്മിലെ കോച്ചാണ്. ഇവൻ നമുക്ക് വൈബായിട്ടുള്ള ഒരു ടീമാണ്. ഇവന് അടുത്ത ദിവസം സ്പെഷ്യലായിട്ടൊരു മൈക്ക് വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇവന് കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടണം. ആള് ജാങ്കോ ആണ്. അതാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. റീച്ച് കയറണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇവനെ പിടിച്ച് എപ്പോഴും ഇരുത്തുന്നുണ്ടോ. കാരണം ഇവൻ്റെ വായിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. അല്ല, അത് കേൾക്കാൻ വേണ്ടി ഒരു അതാണ് പ്രത്യേക ഫാൻ ബേസ് ഉള്ള ആളാണ്. ഇവിടെ മാത്രമല്ല, പുറത്തും എല്ലായിടത്തും. അത് നമ്മൾ അടുത്ത വീഡിയോ പ്രത്യേകം പറയുന്നതായിരിക്കും. എസ്പെഷ്യലി സൺഡേയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു വർക്കൗട്ട് ഉണ്ട്. അത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. സൂപ്പർ സെറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. 4ാമത്തെ റിപ്പീറ്റേഷൻ, 4ാമത്തെ സെറ്റ്. സെയിം റെപ്പ് അല്ലെങ്കിൽ തന്നെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. യെസ്, കോർ കറക്റ്റ് ചെയ്തിരിക്കണം. കോർ എപ്പോഴും ടൈറ്റ് ചെയ്ത് തന്നെ എടുക്കുക. യെസ്, സ്ട്രെയിറ്റ് അപ്പ് ചെയ്ത് ആയുക. യെസ്, 2, ഗുഡ്. 3, ഗുഡ്. 4, ഈസി. 4 മോർ. വെയിറ്റ് ഡംബിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 kg. ഓക്കെ, ലാസ്റ്റ് സെറ്റ് നമ്മുടെ ഡംബിൾ 8 kg ലാസ്റ്റ് സെറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് 3D ഷോൾഡർ വേണം. വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, 1, 2, 3, 4, 5, ഗുഡ്. 6, 3 more. 2 ഈസി. ഗുഡ്. ലാസ്റ്റ് നാട്ടിൽ വന്നിട്ട് കോമ്പറ്റീഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് ടൈറ്റിൽ അടിച്ചിട്ട് പോയതാ. എൻ്റെ നാട്ടിൽ ഇവിടെ ട്രിവാൻഡ്രംകാരനാണ്, ഞാൻ ആലപ്പുഴ. എൻ്റെ നാട്ടിൽ വന്ന് ടൈറ്റിൽ വിന്നറായിരുന്നു. എനിക്ക് തോന്നുന്നു 2020 ആലപ്പി വിന്നറായിരുന്നു. 20 അപ്പോൾ എനിക്ക് ഇവനെ അറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇവൻ എന്നോട് പറയുന്നത്. ഞാൻ ആ കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നു അവിടെ. അതിൽ ടൈറ്റിൽ വിന്നറായിരുന്നു ഞാൻ. തീർച്ചയായും. അല്ല, നമ്മൾ ഒരുപാട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഒരു വൈബ്, പ്രത്യേകിച്ച് ഇവിടുത്തെ ട്രെയിനേഴ്സ്, അതിൻ്റെ കാര്യത്തിൽ അതിന് മനു ഇവൻ്റെ വൈബിലാണ് മെയിനായിട്ട്. തീർച്ചയായും അവൻ്റെ തന്നെ കുറേ ക്ലയൻസ് ഉണ്ട് ഇവിടെ. അവനില്ലെങ്കിൽ അവരില്ല. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ജിമ്മിലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇതുപോലുള്ള ട്രെയിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ രസമാണ്. ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് വൈബാണ്.
നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും. നമുക്ക് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ലാറ്ററൽ റൈസസ് അല്ലേ ശനെ? നമുക്ക് 6K സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 6 kg ലാറ്ററൽ റൈസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആശാൻ പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് പ്രധാനമായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക്, നമ്മൾ വെയിറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് ചെറിയ വെയിറ്റ് എടുത്താലും തുടക്കക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇവൻ 2 kg ആണെങ്കിൽ പോലും അല്ലേ ആശാനെ, കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ സംഭവിക്കാറുള്ളത് നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മൂവ്മെന്റ് കൊടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചുറിക്ക് ചാൻസ് ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ഫോമിൽ ചെയ്യേണ്ടത് ഈ ഒരു മൂവ്മെന്റ് വരാതെ കാല് കറക്റ്റ് ആക്കി കാല് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ആ ഒരു മൂവ്മെന്റ് വരാണ്ട് ചെയ്യാന്നുള്ളതാണ്. slowly relaxing. 2 good 3 4 യെസ്. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നത് ആൾക്കാരെല്ലാം ചെയ്യുന്നത് ഫുൾ ബോഡിയാണ് എല്ലാവരും ചെയ്യുന്നത്, എഫർട്ട് എടുത്ത് ചെയ്യുന്നത്. എവിടെയും കിട്ടില്ല, അത് വേറെ കാര്യം. പോട്ടെ, 6 more 5 easy 4 3 good 2 more yes last one easy yes എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ കളിപ്പിച്ച മനു ഐത്തിൻ്റെ ഒരു നല്ലൊരു ഫിസിക് ബോഡിയായിരുന്നു, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ബോഡിയാണ്. നല്ല രീതി അല്ല ഉള്ളതിനകത്ത് അത്യാവശ്യം നല്ല ഫ്രെയിം എന്ന് പറയാൻ ഡെൽറ്റ ആയിരുന്നു, നല്ല ഫ്രെയിം ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ നാട്ടിലൊരു കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്ന അപ്പോഴത്തേക്ക് എവിടുന്ന് ഒരു കൂട്ടുകെട്ട് കുറച്ച് കമ്പനികളെല്ലാം സെറ്റ് ചെയ്ത് വേറൊരു വൈവിലോട്ട് പോയി ഇടയ്ക്ക്. വേറൊരു വൈവിലോട്ട് പോയി നല്ലൊരു ഫ്രെയിം ഉണ്ടായിരുന്നു, നല്ല ഫിസിക് ബോഡിയായിരുന്നു. ചെയ്തത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അന്നൊരു 4-5 പേര് ചെയ്യിപ്പിച്ചതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി മാറിയത് എനിക്ക് തോന്നുന്നു ആയിത്തായിരുന്നു തോന്നുന്നു. നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു നമ്മളുണ്ടാക്കിയത്.